ഇപ്പൊ ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സിനിമയ്ക്ക് ഡയറക്ടർ ഇല്ലാന്ന് കേട്ടല്ലോ. ഡയറക്ടർ ഇല്ലാതെ ഒരു സിനിമ നടക്കില്ല. ഡയറക്ടർ ഉണ്ട്, പക്ഷെ പുള്ളി എന്താ ഇപ്പൊ തൽക്കാലം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? സിനിമയുടെ വിജയപരാജയങ്ങൾ പേടിച്ചിട്ടാണോ അതോ പ്രൊമോഷണൽ സ്ട്രാറ്റജി ആണോ? അപ്പൊ ഓഫ് കോഴ്സ് ഞങ്ങൾ ഇത് ചോദിച്ചു, എന്താ പേര് വെക്കാത്ത, എന്താ മടിയാണോ ചേട്ടൻ, എന്താ പേര് വെക്കാണോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞ എന്താന്ന് വെച്ചാ, ഇപ്പൊ ഈ സ്റ്റോറി ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു വഴിപോക്കൻ നിന്ന് കാണുന്ന പോലെ ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പേരിങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം എന്താണോ റിയൽ റീസൺ, പക്ഷെ ഈ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാ ഒരു തേർഡ് പേഴ്സൺ വ്യൂ എന്നൊരു കഥ കാണുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാളുടെ ഒരു കാര്യം നടക്കുക, അങ്ങനെയെങ്കിൽ ഇപ്പം ഞാൻ അത് കണ്ടിട്ട് ഇവിടെ വന്ന് പറയുമ്പോ എങ്ങനെയിരിക്കും, അങ്ങനത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ആ രീതിയിൽ കൊടുത്ത് അങ്ങനത്തെ ഒരു തോട്ട് കൊള്ളാലോ. റിലീസിന് ശേഷം വരുന്നതാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതെ, ഇന്റലിജൻസ് റിപ്പോർട്ട്. അപ്പൊ ഇതിന്റെ വഴിപോക്കെന്നാണ് നിങ്ങൾ പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഇറക്കിയത്. അപ്പൊ അതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആൻഡ് ഫീഡ്ബാക്സ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ കണ്ടപ്പോ എന്താണ് തോന്നിയത്? മാനസിക പേഴ്സണലി അങ്ങനെ നെഗറ്റീവ് കമന്റ്സും ഫീഡ്ബാക്സ് ഒക്കെ വരാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ വ്യൂഹം ചെയ്യുന്നതിന് മുമ്പേ കുറെ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പിന്നെ അത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി വന്നു. നമ്മളിപ്പോ ഒരു നല്ല കമന്റ് കണ്ട് സന്തോഷിക്കുന്ന പോലെ അവർക്ക് രണ്ടും പറയാനുള്ള ഫ്രീഡം ഉണ്ടാവണമല്ലോ. അപ്പൊ ഇപ്പൊ എനിക്കിഷ്ടമല്ലാത്തത് ഞാൻ അത് കൂടുതൽ 10 പ്രാവശ്യം വായിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാനൊരു ഫംഗ്ഷൻ ഒരു ഡ്രസ്സ് ഇട്ടോണ്ടോ, ഇപ്പൊ അതിനെപ്പറ്റി പറയുന്ന കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അങ്ങനെ ഞാൻ എടുക്കാറുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ പടത്തിലെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നോക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം. അതിൽ പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരിക്കും. ഭയങ്കര അടിപൊളിയായിരിക്കുന്ന ഒരു സാധനത്തിന് കൊള്ളില്ല എന്ന് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും എന്റെ കുഴപ്പമുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ പോയി നോക്കാറുണ്ട്. എന്താണ് ഈ സിനിമയിൽ നേരിട്ട് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? ഇതിലിപ്പോ എന്റെ ക്യാരക്ടർ അങ്ങനെ ഞാൻ ചെയ്യാത്ത ക്യാരക്ടർ ഒന്നും അല്ല. എന്താ നമുക്ക് പരിചയമുള്ള ഒരാള് തന്നെയാണ്. ചാലഞ്ച് എന്ന് പറഞ്ഞത് നമ്മൾ ഉള്ളിലെ ഷൂട്ട് ചെയ്ത്. അപ്പൊ അവിടെ ഒരു സർപ്പക്കാവൊക്കെ ഉണ്ട്. സർപ്പക്കാവ് എന്ന് പറയുമ്പോ പാമ്പിനെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച ഞങ്ങള് പോയത്. പാമ്പിനെ പേടിയാ. അപ്പൊ പാമ്പ് കണ്ടു ഞങ്ങള്. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരൊക്കെ പോയി, ഞങ്ങള് മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് പൊക്കോ നിക്ക് എന്നൊക്കെ പറഞ്ഞു വിടുക. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പാമ്പിനെ കണ്ടു. അന്ന് ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പാമ്പ, മറ്റേ ഇങ്ങനെ ലെവൽ ക്രോസിംഗ് ഒക്കെ പോലെ പാമ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ കുന്നിന്റെ മുകളില് ലീച്ചിന്റെ ഇടയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പാമ്പെന്നൊരു തോട്ട് വന്നിട്ടില്ല. പക്ഷെ സർപ്പക്കാവെന്ന് പറയുമ്പോ പിന്നെ അതെനിക്ക് ഭയങ്കര പേടിയായി. ഇപ്പം ഷൂട്ടിന്റെ ലൊക്കേഷനൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ മേജർ പോർഷൻസ് എല്ലാം കോഴിക്കോടിലായിരുന്നു. ഞങ്ങൾ പോയത് വയനാട്ടിലായിരുന്നു. ഇത് ഓഫ് കോഴ്സ് നമുക്കൊരു ഫാമിലി എന്റർടൈനർ എന്ന് തന്നെ പറയാം. കാരണം ഉറപ്പായിട്ട് നമുക്ക് എന്താ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടി പോകാൻ പറ്റിയൊരു മൂവിയാണ്. എനിക്കൊന്ന് ഇപ്പം എൻ്റെ മമ്മയ്ക്കായാലും അമ്മാമ്മയ്ക്കായാലും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ ഒരു കോളേജിലെ ഒരു ലവ് ട്രാക്ക് ഉണ്ട്. കോളേജിൽ ഇവര് കണ്ടുമുട്ടുന്നതും പിന്നെന്താ പറയാ, അങ്ങനത്തെ ചില തരികിട പരിപാടിയല്ല, ക്ലാസ് കെട്ടി അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ.